മൊഡ്യൂൾ 5 ന്യൂട്ടൺ റാപ്സൺസ് മെത്തേഡാണ്. ന്യൂട്ടൺ റാപ്സൺസ് മെത്തേഡ് എന്തിനാണെന്ന് വെച്ചാൽ ഫൈൻഡിങ് റൂട്ട്സ് ഓഫ് ഇക്വേഷൻ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂട്ടൺ റാപ്സൺസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് hn+1 ഈസ് ഈക്വൽ ടു hn മൈനസ് എഫ് ഓഫ് hn ബൈ എഫ് ഡാഷ് ഓഫ് hn ആണ്. ഇത് ഈ ജനറൽ ഫോർമുലയിൽ നിന്നാണ് നമ്മൾ ഓരോ ഇത് ഐട്രേഷനിൽ നമുക്ക് ഇങ്ങനെ ജനറൽ ഫോർമുല ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതിൽ hn+1 മൈനസ് എഫ് ഓഫ് hn ബൈ എഫ് ഡാഷ് ഓഫ് hn എന്ന് പറഞ്ഞ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടേഷൻ നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ h1 ഈസ് ഈക്വൽ ടു h0 മൈനസ് എഫ് ഓഫ് h0 ബൈ എഫ് ഡാഷ് ഓഫ് h0. ഓക്കെ, നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഓക്കെ, പ്രോബ്ലം 1 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആണ് നമുക്ക് ഈ തന്നിട്ടുള്ളത്. x⁴ മൈനസ് 12h പ്ലസ് 7 ഈസ് ഈക്വൽ ടു 0 ആൻഡ് ദ റൂട്ട് നിയർ ടു 2 ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. സോ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ എക്സിനെ hn ആക്കി മാറ്റി എഫ് ഓഫ് hn എഴുതുന്നതാണ് സ്റ്റെപ്പ് 1. എഫ് ഓഫ് hn ഈസ് ഈക്വൽ ടു hn⁴ മൈനസ് 12hn പ്ലസ് 7. സോ ഈ എക്സിനെയൊക്കെ hn ആക്കി മാറ്റി എഫ് ഓഫ് hn എഴുതി. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതായത് hn⁴ മൈനസ് 12hn പ്ലസ് 7ൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവായ 4hn³ മൈനസ് 12 എഴുതി. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് എഴുതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജനറൽ ഫോർമുല നമുക്ക് ഇവിടെ ഉണ്ട്. ഈ ജനറൽ ഫോർമുലയ്ക്ക് നമ്മൾ ഈ hn+1 ഈസ് ഈക്വൽ ടു hn മൈനസ് എഫ് ഓഫ് hn ബൈ എഫ് ഡാഷ് ഓഫ് hn നമ്മൾ എഫ് ഓഫ് hn എഫ് ഡാഷ് ഓഫ് hn സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമുക്ക് കിട്ടുന്നത് ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ജസ്റ്റ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ജനറൽ, അതായത് ഒരു സിമ്പിൾ ഫ്രാക്ഷനാക്കി എഴുതി. ഓക്കെ, പിന്നെ നമ്മൾ കമ്പ്യൂട്ടേഷൻ സ്റ്റെപ്പിലേക്കാണ് കിടക്കുന്നത്. കമ്പ്യൂട്ടേഷൻ സ്റ്റെപ്പിൽ നമുക്കറിയാം h0 ഈസ് ഈക്വൽ ടു 0 ആണ് നമുക്ക് എടുക്കേണ്ടത്, കാരണം നിയർ ടു 2 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് 4 കമ്പ്യൂട്ട് വിത്ത് h0 ഈസ് ഈക്വൽ ടു 2. സോ h1 ഈസ് ഈക്വൽ ടു h1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ h1 കൊടുക്കുകയാണെങ്കിൽ 3h0⁴ മൈനസ് 7 ബൈ 4h0³ മൈനസ് 12 മാറും. സോ h0 നമുക്ക് 2 ആണെന്നറിയാം, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, h1 കിട്ടി. സെയിം സ്റ്റെപ്പ് h2 കാൽക്കുലേറ്റ് ചെയ്തു, ഈ h2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് h3 കണ്ടുപിടിച്ചു. സോ നമുക്ക് കാണാൻ പറ്റും h2 ആൻഡ് h3 കമ്പയർ ചെയ്യുകയാണെങ്കിൽ 4 ഡെസിമൽ പോയിൻറ്റ്സ് 0, 4, 7, 2 രണ്ടിലും കോമൺ ആണ്. അങ്ങനെ ഒരു 2 സ്റ്റെപ്പ് ആകുമ്പോൾ നമുക്ക് ഈ കമ്പ്യൂട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ അതിനെ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ആൻസറായ റൂട്ട് 2.0473 എന്ന് ചെയ്ത്, അതായത് 2826 ആണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ അതിന് റൗണ്ട് ചെയ്ത് നമുക്ക് 30 അല്ലെങ്കിൽ 3 എന്നുള്ള കൺസെപ്റ്റിലേക്ക് ആക്കി. ഓക്കെ, അപ്രോക്സിമേറ്റ് വാല്യൂ എഴുതിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇവിടെ ഒരു നോട്ടുണ്ട്. To get root correct to 4 decimal places, repeat computing step until first 4 decimal places are same in successive iterations. സോ നമ്മൾ കമ്പ്യൂട്ടേഷൻ സ്റ്റെപ്പിൽ 4 ഡെസിമൽ പോയിൻറ്റ്സ് കിട്ടുന്നവരെ കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് നമുക്കൊരു കറക്റ്റ് റൂട്ട് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല നേരത്തെ സെയിം കാര്യമാണ്, ജസ്റ്റ് നോട്ടാക്കി തന്നത്. പ്രോബ്ലം 2 ക്യൂബ് റൂട്ട് ഓഫ് 7 കാണാൻ വേണ്ടിയിട്ടാണ്. സോ അതൊരു ന്യൂട്ടൺ റാപ്സൺസ് മെത്തേഡ് വഴി ചെയ്യുകയാണ് നമ്മൾ. ക്യൂബ് റൂട്ട് ഓഫ് 7 വേറെ മെത്തേഡ്സും ഉണ്ട് കാണാം. സോ ന്യൂട്ടൺ റാപ്സൺസ് മെത്തേഡിൽ എങ്ങനെ കാണുന്നു? ജനറൽ ഫോം ടു സ്റ്റാർട്ട് എ പ്രോബ്ലം, അതായത് നോർമലി നമ്മൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ് ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 7 എടുത്തു. സോ ഓൺ കൺവേർട്ടിങ് h³ ഈസ് ഈക്വൽ ടു 7 ആൻഡ് h³ മൈനസ് 7 ഈസ് ഈക്വൽ ടു 0. സിമ്പിൾ കൺവേർഷൻസ് ആണ്. സോ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫോമിലേക്ക് അത് എത്തി. ഇനി അതിൻ്റെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ. ഫസ്റ്റ് സ്റ്റെപ്പ് എഫ് ഓഫ് എക്സ് എഴുതുന്നു, സെക്കൻഡ് സ്റ്റെപ്പ് എഫ് ഡാഷ് ഓഫ് എക്സ് എഴുതുന്നു, ദെൻ ജനറൽ ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് hn³ മൈനസ് 7, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3hn²
and general formula is hn plus 1 is equal to hn minus f of hn by f dash of hn. f of hn ഉണ്ട് f dash of hn ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ hn plus 1 നമുക്കൊരു നോർമൽ ഫ്രാക്ഷനിലേക്ക് ആക്കാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് hn plus 1 ഒരു സിമ്പിൾ ഇതാക്കി എഴുതി. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്കിവിടെ നിയർ റൂട്ടൊന്നും തന്നിട്ടില്ല. സോ നിയർ റൂട്ട് തരാത്തത് കൊണ്ട് നമ്മളിവിടെ ജസ്റ്റ് അനലൈസ് ചെയ്യാണ്. എച്ച് ക്യൂബ് ഈസ് ഈക്വൾ ടു 7 എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് നമുക്ക് ഇവിടെ ഉണ്ട്. എച്ച് ക്യൂബ് ഈസ് ഈക്വൾ ടു 7. സോ എച്ച് ക്യൂബ് ഈസ് ഈക്വൾ ടു 7ൽ നമുക്ക് മനസ്സിലാക്കാൻ 7 ഒരു കറക്റ്റ് അല്ലെങ്കിൽ എക്സാക്ട് ക്യൂബ് റൂട്ട് എന്ന് പറയാൻ പറ്റില്ല. ക്യൂബ് റൂട്ട് വാല്യൂ ഉള്ളൊരു നമ്പർ അല്ല 7. സോ നമ്മുടെ നെക്സ്റ്റ് നമ്പറായ 8 കൺസിഡർ ചെയ്യുമ്പോൾ 2 എന്ന് പറയുന്നത് 8ൻ്റെ ഒരു ക്യൂബ് റൂട്ടാണ്. ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറയുന്നത് 2 ആണ്. സോ നമ്മുടെ 7ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് നിയർ ടു 2 ആയിരിക്കും. സോ ഇറ്റ് ഈസ് എ റൂട്ട് നിയർ ടു 2. റൂട്ട് നിയർ ടു 2 ആയതുകൊണ്ട് നമുക്ക് എച്ച് നോട്ട് എന്ന് പറയുന്ന വാല്യൂ 2 എടുക്കാം. അതുകൊണ്ട് എച്ച് നോട്ട് ഈസ് ഈക്വൽ ടു 2 എടുത്തിട്ട് നമ്മൾ കമ്പ്യൂട്ടേഷൻ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. സോ എച്ച് 1 ഈസ് ഈക്വൽ ടു നമ്മൾ ജനറൽ ഫോർമുലയിൽ h1 ആക്കി. സോ നോർമൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ എച്ച് നോട്ട് 2 ഇട്ട് കൊടുത്തിട്ട് കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ സെവറൽ സ്റ്റെപ്സ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് എത്ര സ്റ്റെപ്സ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് 4 ഡെസിമൽ പ്ലേസസ് സെയിം കിട്ടുന്ന 2 സ്റ്റെപ്പ് ഉണ്ടാവും. ആ 2 സ്റ്റെപ്പ് വരുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഫൈനൽ ആൻസറായി റൗണ്ട് ചെയ്തിട്ട് ആൻസർ ചെയ്തതാണ് ആ ഒരു റൂട്ടിലേക്ക് എത്തുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് മൊഡ്യൂൾ 5 PDF-ലുള്ള ഒരു എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. f of h is equal to 2h minus cos h is equal to 0. That is f of hn is equal to 2hn minus cos hn. f dash of hn എന്ന് പറയുന്നത് 2 plus sin hn. hn plus 1 is equal to hn minus f of hn by f dash of hn. സെയിം പ്രൊസീജിയേഴ്സ് തന്നെ, നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. സോ hn is equal to hn plus 1 is equal to hn minus 2hn minus, അതായത് f of hn-ഉം f dash of hn-ഉം നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി hn plus 1 ഈ ഒരു ഫോമിലെത്തി. ഇനി ഫോമിലെത്തി നമുക്ക് h നോട്ട് is equal to 1. ക്വസ്റ്റ്യനിൽ ഉണ്ട് h നോട്ട് നിയർ റൂട്ട് 1 ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ അവിടെ എഴുതിയിട്ടില്ല കംപ്ലീറ്റ്, അതുകൊണ്ടാണ്. സോ h നോട്ട് is equal to 1 എന്ന് പറഞ്ഞ ഓക്കെയാണ്. ഇനി h1 എന്ന് പറയുന്നത് ഇതാണ് h1-ൻ്റെ ഇക്വേഷൻ. സോ അതിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു. സെയിം പ്രൊസീജിയേഴ്സ് തന്നെ. ഫൈനലായിട്ട് 2 സ്റ്റെപ്സിൽ കോൺസിക്യൂട്ടീവ് ആൻസേഴ്സ് കിട്ടുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു, ഫൈനൽ ആൻസർ എഴുതുന്നു. ഓക്കെ, എല്ലാം സിമിലർ പ്രൊസീജിയറാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻ്റർപോളേഷൻ. ഇൻ്റർപോളേഷൻ എന്ന് പറയുമ്പോൾ h0, h1, h2, എക്സെട്ര hn എന്ന് പറഞ്ഞുള്ള പോയിൻറ്റ്സ് കമ്പ്യൂട്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കാൻ അറിയാം. അതായത് ഈ പോയിൻറ്റ്സ് h0, h1 അതിൻ്റെ അങ്ങനെ പോയിൻറ്റ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള പോയിൻറ്റ്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇൻ്റർപോളേഷൻ എന്ന് പറയുന്നത്. സോ ഇൻ്റർപോളേഷൻ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഇൻ ബിറ്റ്വീൻ പോയിൻറ്റ്സ്, അതായത് വളരെ ഡീപ്പായിട്ടുള്ള വാല്യൂസ് റൂട്ട്സ് കണ്ടുപിടിക്കാൻ, ഓക്കെ, ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻ്റർപോളേഷൻ ഫോർമുല എന്ന് പറയുമ്പോൾ 2 ഫോർമുല ഉണ്ട്. ഒന്ന് ലാഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ ഫോർമുല ഉണ്ട്, ദെൻ ന്യൂട്ടൺ ഇൻ്റർപോളേഷൻ ഫോർമുല ഉണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ ഫോർമുലയാണ്. അതായത് അൺഈക്വൽ ഓർ ഈക്വൽ സ്പേസ്ഡ് വാല്യൂസ് ഓഫ് എക്സിനെ കണ്ടുപിടിക്കുക. അതായത് അൺഈക്വൽ, അതായത് h0, h1, h2 ഒക്കെ പറയുന്ന അൺഈക്വലും ഈക്വലും ആയിട്ടുള്ള വാല്യൂസ് വരാം ആ സ്പേസ് അവരുടെ ഇടയ്ക്കുള്ള. ഇപ്പോൾ 2, 4 അങ്ങനെ അതുപോലെ അങ്ങനെ അൺഈക്വൽ ആയിട്ടുള്ളത് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കേസിൽ ഇൻ ബിറ്റ്വീൻ വാല്യൂസ് കാണാനാണ് ലാഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത്. യൂഷ്വലി അത് അൺഈക്വൽ വാല്യൂസിൻ്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്.
ഓക്കെ. സോ ലാഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ പോളിനോമിയൽ Pnh is equal to L0h f of h0 plus L1h f of h1 plus L2h f of h2 plus etc plus Lnh f of hn ആണ് ജനറൽ ലാഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ പോളിനോമിയൽ. ഓക്കെ. ഇതിൽ ഓരോ L0h എന്ന് പറയുന്നത് ഒരു ഫോർമുല ഉണ്ട്, h മൈനസ് h1 ഇൻറ്റു h മൈനസ് h2 എക്സെട്ര h മൈനസ് hn. അതായത് ന്യൂമറേറ്റർ എപ്പോഴും h മൈനസ്, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന 0 എന്ന് പറയുമ്പോൾ അത് h1 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും. h മൈനസ് h0 ഉണ്ടായിരിക്കില്ല, h മൈനസ് h1 തൊട്ട്. L1 എന്ന് പറയുമ്പോൾ ആ h1ൻ്റെ ടേം ന്യൂമറേറ്ററിൽ ഉണ്ടാവില്ല, അതായത് h മൈനസ് h1 ഉണ്ടായിരിക്കില്ല. സോ അങ്ങനെ ഒരു ഡിഫറൻസ് ആണ് ന്യൂമറേറ്ററിലുള്ളത്. ഇനി ഡിനോമിനേറ്ററിൻ്റെ കേസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ L ഓഫ് എക്സിൻ്റെ വാല്യൂസിൽ L0ൻ്റെ കേസിലാണെങ്കിൽ h0 മൈനസ് h0 എന്തായാലും വരില്ലല്ലോ, കംപ്ലീറ്റ് ഡിനോമിനേറ്റർ 0 പോകും. സോ h0 മൈനസ് h1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ L1 ഓഫ് എക്സിൻ്റെ കേസിലാണെങ്കിൽ h1 മൈനസ് h1 എന്ന് പറഞ്ഞ ടേം ഇതിലുണ്ടായിരിക്കില്ല, h1 മൈനസ് h0, h1 മൈനസ് h2 എക്സെട്ര h1 മൈനസ് hn എന്ന് പറഞ്ഞിട്ടുള്ള ടേംസേ ഉള്ളൂ. അപ്പോൾ L0 ഓഫ് h എന്ന് പറയുന്നത് L1 ഓഫ് h എന്ന് പറയുന്നതും ഈ ഫോർമുലയാണ്. ഇനി നെക്സ്റ്റ് ഉണ്ട് L2 ഓഫ് h ഒക്കെ ഉണ്ട്. അപ്പോൾ ജനറൽ ഐഡിയ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, എന്താണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ചെറിയ ചേഞ്ചസ് ഉള്ളത്. ഓക്കെ. സോ ലാഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ വെച്ചിട്ടുള്ള ഫസ്റ്റ് പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുന്നത് ഈ എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 5 ആൻഡ് എഫ് ഓഫ് 2.2 ഈസ് ഈക്വൽ ടു 6. ഓക്കെ. അങ്ങനെ രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ടാവും. സോ ഞാൻ PDF ഇതിൻ്റെ കൂടെ സെൻഡ് ചെയ്യാം. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി. അപ്പോൾ അതിൽ എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 5 ആൻഡ് എഫ് ഓഫ് 2.2 ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ടാവും. നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇൻ്റർപോളേഷൻ വഴി അതിൻ്റെ ബിറ്റ്വീൻ വാല്യൂസ് ആണ്. ഓക്കെ. സോ അതിനൊരു പോളിനോമിയൽ കിട്ടും, ഇൻ്റർപോളേഷൻ പോളിനോമിയൽ നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഇൻ്റർപോളേഷൻ പോളിനോമിയൽ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂസൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമ്മൾ ഇൻ്റർപോളേഷൻ പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർപോളേഷൻ പോളിനോമിയലിൻ്റെ ജനറൽ ഇക്വേഷന് P1 ഓഫ് h എഴുതുന്നു. ഓക്കെ. ഇവിടെ Pn ഓഫ് h ആണ് നമുക്ക് ജനറൽ ഫോർമുലയിലുള്ളത്. ഇവിടെ നമുക്കറിയാം h0ഉം h1ഉം ആണ് കിട്ടിയിട്ടുള്ളത്. h0 ഈസ് ഈക്വൽ ടു 2 ആണ്, എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് h0 ഈസ് ഈക്വൽ ടു 5 ആണ്. ദെൻ സെക്കൻഡ് വാല്യൂ ഈസ് എഫ് ഓഫ് h1 ഈസ് ഈക്വൽ ടു 6 ആണ്. സോ h0 ഈസ് ഈക്വൽ ടു 2 ആൻഡ് h1 ഈസ് ഈക്വൽ ടു 2.2. എഫ് ഓഫ് h0 ആൻഡ് എഫ് ഓഫ് h1 നമുക്ക് കിട്ടിയിട്ടുണ്ട് 5 ആൻഡ് 6. L0 ഓഫ് h എന്ന് പറയുന്നത് h മൈനസ് h1 ബൈ h0 മൈനസ് h1. L0 ഓഫ് h മൈനസ് h1 ബൈ h0 മൈനസ് h1 വരുള്ളൂ. ഓക്കെ. കാരണം നമുക്കിവിടെ h1 വരെയുള്ള വാല്യൂസേ ഉള്ളൂ, അതുകൊണ്ട് h മൈനസ് h1 ബൈ h0 മൈനസ് h1 ആണ് L0 ഓഫ് h. ഇനി L1 ഓഫ് h ആണെങ്കിൽ h മൈനസ് h0 ബൈ h1 മൈനസ് h0, അതും ഈ L1 ഓഫ് h എന്ന് എടുത്ത് എഴുതുകയാണ്. നമുക്കിവിടെ h1 വരെയുള്ള വാല്യൂസ് ആകുമ്പോൾ ഈ വാല്യൂസ് ഒന്നും ഉണ്ടായിരിക്കില്ലല്ലോ. സോ ജനറൽ ലാഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ P1 ഓഫ് h ഈസ് ഈക്വൽ ടു L0 ഓഫ് h ഇൻറ്റു എഫ് ഓഫ് h0 പ്ലസ് L1 ഓഫ് h ഇൻറ്റു എഫ് ഓഫ് h1 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അതായത് എഫ് ഓഫ് h1 വരെയുള്ള വാല്യൂസേ ഉള്ളൂ. സോ നമ്മുടെ പോളിനോമിയൽ ഇക്വേഷൻ ഇതാണ്, പോളിനോമിയൽ ഇതായി വരും P1 ഓഫ് h. ഇനി നമുക്കൊരു എഫ് ഓഫ് 2 ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഫ് ഓഫ് h2 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടെന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പോൾ അതിൽ P2 ഓഫ് h എടുക്കുക. ഓക്കെ. P2 ഓഫ് h എന്ന് പറയുമ്പോൾ ഒരു ടേം കൂടി വരും ഇവിടെ, L2 ഓഫ് h ഇൻറ്റു എഫ് ഓഫ് h2 എന്ന് വരും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ L2 ഓഫ് h ഫൈൻഡ് ചെയ്ത് വെക്കണം. ഓക്കെ. അങ്ങനെ ഈ സ്റ്റെപ്പ് പോളിനോമിയൽ എഴുതി. നമ്മൾ പോളിനോമിയൽ എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് P1 ഓഫ് h ഈസ് ഈക്വൽ ടു h മൈനസ് 2.2 ബൈ ജസ്റ്റ് നമുക്ക് കയ്യിൽ വാല്യൂസ് ആദ്യം നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അതിൽ എഫ് ഓഫ് h0 എന്ന് പറയുന്നതും h1 എന്ന് പറയുന്നതും ഒക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇതിൽ L0 ഓഫ് hന് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, L1 ഓഫ് hന് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്
അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് ഈ ഫോർമുല. ഓക്കെ, ഇതാണ് എൽ നോട്ട് ഓഫ് എച്ച് ആ ഇക്വേഷൻ, ഇത് എൽ വൺ ഓഫ് എച്ച്, ഇത് എഫ് ഓഫ് എച്ച് നോട്ടും എഫ് ഓഫ് എച്ച് വണ്ണും ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി വൺ ഓഫ് എച്ച് ഇത് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എഫ് എച്ച് 5x - 5 എന്ന് പി വൺ ഓഫ് എച്ച് കിട്ടും. ഇതാണ് നമ്മുടെ ലാഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ പോളിനോമിയൽ എന്ന് പറയുന്നത് ഫോർ ഗിവൺ ക്വസ്റ്റ്യൻ. ദെൻ ഫൈൻഡ് എഫ് ഓഫ് 2.2. 2.2 എത്രയാണ് നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്. എഫ് ഓഫ് 2.2 = 6 എന്ന് തന്നിട്ടുണ്ട്. ബട്ട് നമ്മൾ ഈ പോളിനോമിയലിൽ നിന്ന് നമുക്ക് എഫ് ഓഫ് 2.2 എത്ര കിട്ടുമെന്ന് നോക്കാം. എഫ് ഓഫ് 2.2 എന്ന് പറയുന്നത് 6 ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ഏതൊരു വാല്യൂസ് തന്നാലും ഇപ്പോൾ എഫ് ഓഫ് എനി വാല്യൂ അതായത് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന x0 = 2 ആൻഡ് x1 = 2.2 ആണ്. ആ 2-ൻ്റെയും 2.2-ൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഏത് വാല്യൂസും ഈ 5x - 5 എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, പി വൺ ഓഫ് എക്സിൽ നിന്ന് നമുക്ക് ആ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള എനി വാല്യൂസ് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇതാണ് ലാഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ്? എഫ് ഓഫ് 2.2 വാല്യൂസ് തന്നിട്ടുണ്ട്. ആ തന്ന വാല്യൂസിന് x0 ആൻഡ് x1 എഴുതി വെച്ചു, എഫ് ഓഫ് h1 എഴുതി വെച്ചു. സോ എൽ നോട്ട് ഓഫ് എച്ച് ആൻഡ് L1 ഓഫ് എച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. പോളിനോമിയൽ ജനറൽ ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ അതിൽ x1 വരെ തന്നിട്ടുണ്ടെങ്കിൽ P1 ഓഫ് എച്ച് എഴുതാം. ഇനി x2 തന്നിട്ടുണ്ടെങ്കിൽ P2 ഓഫ് എച്ച് വരെ P2 ഓഫ് എച്ച് എന്നായിരിക്കും പോളിനോമിയൽ. സോ അതിനനുസരിച്ച് എക്സ്പാൻഷൻ വരും. സോ ഇവിടെ P1 ഓഫ് എച്ച് ആണ്. ജസ്റ്റ് ആ ഗിവൺ ഫോർമുല എൽ നോട്ട് ഓഫ് എച്ച് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് P1 ഓഫ് എച്ച് എന്ന് പറയുന്നത് 5x - 5 എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്തു. ദെൻ എഫ് ഓഫ് 2.2 = P1 of 2.2 = 5 × 2.2 - 5 = 6. ഇൻ ബിറ്റ്വീൻ വാല്യൂസ് നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഏതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ജസ്റ്റ് അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എക്സിന്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് പോളിനോമിയൽ. ഓക്കെ.